ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നാളെ വിഷുവാണ്. നാളത്തെ വിഷുവിന്റെ ഒരുക്കങ്ങളാണ്. അതെ അപ്പൊ നമ്മള് രാത്രി ഇവിടെ വിഷുവിനുള്ള 12 മണി ആകാറായി കേട്ടോ. അതെ ഇവിടുത്തെ സമയം കാണിക്കും സമയം അപ്പൊ ഇത്രയും സമയമായി. നമ്മൾ ഈ വിഷുക്കണി ഒരുക്കാൻ പോകുന്ന എളുപ്പുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളു. ഇനി എന്നിട്ട് നമുക്ക് പറ്റുന്ന കൂട്ടൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ വിഷു ഒരുക്കാം. അപ്പൊ എല്ലാരും ഹാപ്പി വിഷു കേട്ടോ. തുടക്കത്തിൽ എല്ലാവർക്കും സുഖവും സന്തോഷം സമാധാനം നിറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുക. അപ്പം നമ്മൾ ചെറിയ രീതിയിലൊരു വിഷു ആക്കാം. ചെറിയ രീതിയിൽ, വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മളും ആഘോഷിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുക്കാം, കണി ഒരുക്കാം. ഇപ്പൊ സമയമില്ല, പതുക്കെ പറയല്ല. എല്ലാരും ഉറങ്ങി. നമ്മളെന്റെ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് പതുക്കെ സൗണ്ട് പറയുക. ഇനി നമുക്ക് ഒരുക്കാം, കണി ഒരുക്കാം. കാരണം നമ്മൾ ഒരുക്കുന്ന നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മുടെ വിളക്കത്തിക്കുന്നിടത്ത് സ്ഥലം കിട്ടത്തില്ല. അവിടെ പൂജ ചെയ്യുന്നതും എല്ലാം കൂടെ, കണി ഒരുക്കാനുള്ള എല്ലാം കൂടെ അവിടെ ഇരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്യാം. പേപ്പർ വിട്ട് അതിൻ്റെ പുറത്തൊരു പട്ട് മേടിച്ചു. ഓക്കെ, പോലെ ഒരു ചുമപ്പ് പട്ടല്ലേ, പട്ട് നമുക്കൊരു തുളസിമാല ആദ്യം ഉരുളിയില്ല കേട്ടോ. ഉരുളിക്ക് പകരം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചേ കഴിഞ്ഞ വർഷം. നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കും, പക്ഷെ നടക്കത്തില്ല. ആദ്യം നമുക്ക് ചക്ക വെച്ച് കൊടുക്കാം. ഭംഗിയാണ്. ഇനി നമുക്കൊരു പപ്പായ വെക്കാം. പൈനാപ്പിൾ വെച്ച് കൊടുക്കാം. പൈനാപ്പിൾ ഇവിടെ ഇരിക്കട്ടെ. കൃഷ്ണനെ ഇട്ടിരിക്കുന്നു. പുറത്ത് പോവായിരുന്നു. 2 വെള്ളരിയും മേടിച്ചു കേട്ടോ. ഒരു പപ്പ വാങ്ങിച്ചിട്ടുണ്ട്, 2 വെള്ളരി. രണ്ടും ഇരിക്കട്ടെ. ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇതിനകത്താണ് വെക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ആപ്പിളാണ്. ആപ്പിൾ നമ്മൾ പിന്നെ 2 വെച്ചു. 2 മാങ്ങ, ഒരു മാതളം, നമ്മൾ ബനാന വെച്ചു. ഇഞ്ചി, ഇപ്പം മുന്തിരി പകുതി പുറത്താന്നല്ലോ. ഉണ്ണിയപ്പം, അരി, എന്താ സാരിയോ? പുതിയ സാരിയും വെക്കോ? പുതിയ തുണി. കാശ് എങ്ങനെ വെക്കാം? പൂവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാശുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സൺഫ്ലവർ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചില്ലറ ഉണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ നടക്കിടുക. അപ്പൊ ഈ ഒരു രീതിയിൽ സൺഫ്ലവറിന്റെ കൂട്ട് കിട്ടും. തുളസി എന്താ? തുളസിക്കതിരല്ല, വെറും കതിര്. നമ്മുടെ നെൽക്കതിര്. നമ്മുടെ ഈ ഒരു നെല്ലാണ് കണിക്ക് വെക്കുന്നത്. ഇപ്പൊ വീണേനെ കണ്ടോ. ഈ ബോട്ടിൽ പെയിന്റ് ചെയ്തത് ഞാനാണ്. ലോക്ക്ഡൗൺ ടൈമിൽ അടിപൊളിയാണ് കേട്ടോ. ഒത്തിരി ഇറ്റി വെക്കുന്ന മരത്തിൽ ഇരിക്കത്തില്ലല്ലോ. മയിൽപ്പീലി ഇരിക്കാൻ മരത്തിലിടക്കും. കൊള്ളാം. അങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇരിക്കട്ടെ, എന്നാലും അതിന്റെ ഒരു ഭംഗിയുണ്ട്. അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഉമ്മയുടെ കൂട്ടിട്ട് മറന്നുപോയി. വിളക്കും അതെ, നമ്മള് വിളക്ക് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ. രാത്രി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ വീടിന്റെ കഥകയിലൊരു പൂവിടാം, മാലയിടാം. നമുക്ക് ഫസ്റ്റ് മഞ്ഞ കഥകിന് വേണ്ടല്ലോ. പൂവ് ഉണ്ടോ, നല്ല മഞ്ഞ കളർ. കസര കൊണ്ടുവരാം. ഇങ്ങനെയാണ് ചെയ്യുമ്പോ അങ്ങനെ ഉണ്ടോ? കൊള്ളാം. അങ്ങനെ ധന്യ സക്സസ്ഫുൾ ചെയ്തിരിക്കും. കസയുടെ പുറത്ത് വരെയുണ്ട് നടന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേ, നമുക്ക് ദൈവത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ കാണിക്കുന്ന കിട്ടി, പക്ഷെ ഇതിന്റെ വാടിപ്പോ ഉച്ചക്കേ പിച്ചിക്കൊണ്ട് വന്നതായിരുന്നു. ആവശ്യത്തിനായിട്ടുള്ള കണി കൊണ്ടുവന്ന കാണിക്കൊന്നേക്കണം. പേരൊന്നും മാറ്റി പറയാ. എന്താ പേരൊന്നും മാറ്റി പറയണ്ട. ഇതെങ്ങനെ വെക്കും? ഇതിവിടെ ബാക്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് തട്ടി വെക്കായിരുന്നു. എന്തോന്ന് ഇതൊക്കെയാ ഇടുന്നുണ്ടോ? എന്നിട്ട് കൃഷ്ണന് കളിക്കൊന്നയുടെ സന്ധ്യക്കകത്ത് നമുക്ക് ഇച്ചിരി തുളസി ഇലയിട്ട് ഒരു പൂവ് ഇട്ടേക്കാം. 12 മണി 12:30. അപ്പൊ
അപ്പൊ ഏതായാലും 1 മണിയാവുമ്പോ ഞങ്ങള് കിടക്കുള്ളൂ. 1 മണിയാവില്ലേ? ഉം. അപ്പൊ നമ്മുടെ എല്ലാം റെഡിയായി. ഇനി നമുക്ക് രാവിലെ വിളക്ക് കത്തിക്കാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചാൽ മതി. മതി. ചന്ദനത്തിരി, നമ്മളെല്ലാം സെറ്റാക്കി. കർപ്പൂരം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അല്ലേ? ഉം. ഇനി കുറച്ച് ലൈറ്റ് സെറ്റിംഗ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ലൈറ്റ് പക്ഷെ ഉണ്ട്, പക്ഷെ ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് ക്രിസ്മസിന് ഉം. തൂക്കിയിട്ടതാണ് പുറത്ത്. ഇതുവരെ ഊരാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് കണ്ടു, ഇത് ലൈറ്റ്. ഇത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളിത് വെച്ച് നോക്കാൻ പോവുകയാണ്. ലൈറ്റ് സെറ്റാക്കി കേട്ടോ. കൊള്ളാം. കണ്ണന് നല്ല നീല നിറം അല്ലേ? അതെ, ഇതാണ് നമ്മുടെ ഫൈനൽ പട്ടിലോട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ് കളർ മാറ്റാം. നീലക്കണ്ണൻ കളർ മാറ്റുന്നുണ്ട് ഗൈസ്. ഞാൻ നോക്കട്ടെ കളർ മാറുന്നില്ല. പല പല കളറുകൾ ഇങ്ങനെ മാറി മാറി. പക്ഷെ വെള്ള കുറച്ചും കൂടെ എടുക്കണം അല്ലേ?